KC, RC, VD ഇവർ മൂന്നുപേരുമാണ് എൻ്റെ ഹീറോസ്. ഇപ്പോൾ കോൺഗ്രസിലെ എല്ലാ അണികളും പ്രവർത്തകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരിൽ ആരാണ് താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹീറോ എന്ന് ചോദിച്ചാൽ ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്ന MLA-മാരിൽ പലർക്കും പല പേരുകളായിരിക്കും. അതിൽ ഭൂരിപക്ഷം പേരും ഒരുപക്ഷെ KCയെ പിന്തുണച്ചേക്കാം, ചിലർ VDയെ പിന്തുണച്ചേക്കാം, ചിലർ RCയെ പിന്തുണച്ചേക്കാം. കോൺഗ്രസിന്റെ തലപ്പൊക്കമുള്ള 3 നേതാക്കന്മാരിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇവരിൽ ആരെത്തും എന്നുള്ളതാണ് ആകാംക്ഷയുടെ മണിക്കൂറുകളിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വമ്പിച്ച വിജയത്തിന്റെ ആഘോഷമുണ്ടെങ്കിലും ആകാംക്ഷയിലാണ് അണികൾ. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ പിന്തുണ, സമുദായങ്ങളുടെയും സഭകളുടെയും പിന്തുണ, പ്രവർത്തന മികവ്, അനുഭവ സമ്പത്ത് എന്നിവയൊക്കെ പരിഗണിച്ചാകും തീരുമാനം. ഇതിനെല്ലാം ഉപരിയായി ഒരൊറ്റ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഹൈക്കമാൻഡും നിർണായകമാണ്. ചരടുവലികളും MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ഗ്രൂപ്പ് മാനേജർമാരുടെ നെട്ടോട്ടവുമാണ് തലസ്ഥാനത്ത്. തെരഞ്ഞെടുപ്പിനേക്കാൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം. കോൺഗ്രസിന്റെ നിർണായക നിയമസഭാ കക്ഷി യോഗം ഇന്ദിരാഭവനിൽ 10:30 ചേരും. AICC നിരീക്ഷകരായ മുഗൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം തേടും. വിശദമായ ചർച്ചകൾക്ക് ശേഷം രാത്രിയോടെ നിരീക്ഷകർ ദില്ലിയിലേക്ക് തിരിക്കും. നാളെ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചേക്കും. തുടർന്നും നടക്കുന്ന വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുക. യോഗം നടക്കുന്നതിന് തൊട്ടുമുന്നേ KPCC ആസ്ഥാനത്തിന് മുന്നിൽ KC വേണുഗോപാലിന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. We want KC എന്ന തലക്കെട്ടിലാണ് ബോർഡ് സ്ഥാപിക്കുന്നത്. റോഷിപാലും TV പ്രസാദും ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വെരി വെരി ഗുഡ് മോർണിംഗ്. റോഷി, അപ്പോൾ KC, RC, VD ഇവർ മൂന്നുപേരുമാണ് എൻ്റെ ഹീറോസ് എന്നാണ് പൊതുവെ കോൺഗ്രസ്സുകാർ പറയുന്നതെങ്കിലും ഇവരിൽ ഒരാൾ ചിലരുടെയൊക്കെ സൂപ്പർ ഹീറോയാണ്. ആ സൂപ്പർ ഹീറോയെ കുറിച്ചുള്ള വിവരം നിരീക്ഷകർക്ക് കൊടുക്കും. ആ നിരീക്ഷകർ അത് നാളെ ദില്ലിയിൽ പോയി ഹൈക്കമാൻഡിനെ അറിയിക്കും. മറ്റന്നാൾ നേതാക്കളെ വിളിക്കും. അതിലൊരാളുടെ കാര്യത്തിൽ തീരുമാനമാകും. 3 ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നറിയാം. എങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോ KPCC ആസ്ഥാനത്ത് നീക്കങ്ങൾ നടക്കുന്നത്? റോഷിപാൽ. അരുൺകുമാർ, KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ രാവിലെ 10:30 MLA-മാരുടെ യോഗം AICC നിരീക്ഷകർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. നിരീക്ഷകരായെത്തിയ അജയ് മാക്കൻ, മുഗൾ വാസ്നിക് എന്നിവർ ഏതാണ്ട് 10 മണിയോടെ KPCC ആസ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ തന്നെ അവർ KPCC ആസ്ഥാനത്ത് വന്നതാണ്. ഇന്നലെ AK ആന്റണി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. രാത്രി ഏതാണ്ട് 10 മണിയോടെ ബെന്നി ബെഹ്നാൻ, MK രാഘവൻ ഉൾപ്പെടെയുള്ള മുതിർന്ന MP-മാരുമായി അവർ താമസിക്കുന്ന ഹോട്ടലിൽ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:30 VM സുധീരൻ, K സുധാകരൻ അടക്കമുള്ളവർ ഹോട്ടലിൽ ഈ നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. മുതിർന്ന എല്ലാ നേതാക്കളുടെയും അഭിപ്രായം ആരായുന്നുണ്ട്, അതായത് മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ. അതിനു പുറമെ ഘടകകക്ഷി നേതാക്കളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കി അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമർപ്പിക്കുക. ഏതായാലും ഈ ഘട്ടത്തിൽ ഈ ചുരുങ്ങിയ സമയത്തിനിടെ അവസാന മണിക്കൂറുകളാണ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ ഇവരുടെ ക്യാമ്പുകൾ MLA-മാരെ കൂടെ നിർത്താനുള്ള ശ്രമം ഇന്നലെ രാത്രിയും തുടരുകയാണ്. രഹസ്യ കേന്ദ്രങ്ങളിൽ MLA-മാരുമായി ഉള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായ കൂടിയാലോചനകൾ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ്. അതിനിടയിലാണ് അല്പം മുമ്പ് ഇവിടെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. അത് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന We want KC, വാം വെൽക്കം ലീഡർ KC വേണുഗോപാലിന്റെ ഒരു വലിയ ഫ്ലെക്സ് ബോർഡാണ്. ഇത് ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് ഒരു വാഹനത്തിൽ ഈ ബോർഡ് ഇവിടേക്ക് എത്തിച്ചത്. ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്തൊക്കെയുണ്ട്. റോഡ് നേരെ എതിർഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KPCC ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് അത് കഴിഞ്ഞ 3 ദിവസം മുമ്പ് സ്ഥാപിച്ച കുഞ്ഞുഞ്ഞിന് ശേഷം KC, തൊട്ടിപ്പുറത്ത് മറ്റൊരു ബോർഡ് കൂടിയുണ്ട്. അവിടെ സമാനമായി തന്നെ ബോർഡ്, ഏതാണ്ട് ഒരു 4-5 ബോർഡുകളുമായി ഒരു വാഹനം വന്നു. ഒരു കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ ഒരു പ്രവർത്തകനാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രവർത്തകനാണ്. ആ പ്രവർത്തകനാണ് ആ ബോർഡ് ഇവിടെ സ്ഥാപിച്ച് മടങ്ങിയത്. അങ്ങനെ KC വേണുഗോപാലിന് അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകൾ എല്ലായിടത്തും നിറയുകയാണ് തലസ്ഥാനത്ത്. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നു. കാരണം 45 MLA-മാരുടെ പിന്തുണ നിലവിൽ KC വേണുഗോപാൽ വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. ഏതാണ്ട് 25 MLA-മാരെങ്കിലും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷ രമേശ് ചെന്നിത്തല വിഭാഗവും പങ്കുവയ്ക്കുന്നു. നിലവിൽ 5 MLA-മാരുടെ പിന്തുണ മാത്രമാണ് VD സതീശനുള്ളതെങ്കിലും രഹസ്യമായി അഭിപ്രായം രേഖപ്പെടുത്താൻ അവസരമൊരുക്കിയാൽ കൂടുതൽ MLA-മാർ, ഒരുപക്ഷെ 25 MLA-മാരെങ്കിലും പിന്തുണച്ചേക്കുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഘടകകക്ഷികളുടെ നിലപാട്, പൊതുനിലപാട്, ഈ സാമൂഹ്യ മാധ്യമത്തിൽ അടക്കം വരുന്ന പിന്തുണയിലുമൊക്കെയാണ് VD സതീശൻ്റെ പ്രതീക്ഷ. ഇന്നലെ രമേശ് ചെന്നിത്തല നിർണായക നീക്കം ദില്ലിയിൽ നടത്തി. ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി സംസാരിച്ചു, സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ KC വേണുഗോപാൽ സ്വാഭാവികമായും അങ്ങനെ ഒരു പിന്തുണ കൂടി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എത്തിയ മുഗൾ വാസ്നിക് നേരത്തെ NSU ദേശീയ ട്രഷററായി പ്രവർത്തിച്ചതാണ്. അത്
രമേശ് ചെന്നിത്തലയുടെ ഒപ്പമാണ്. അങ്ങനെയൊക്കെയുള്ള സഹായവും പിന്തുണയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ നിരീക്ഷകർക്ക് അതിൽ അവർ പറയുന്ന MLA-മാർ പറയുന്ന അഭിപ്രായം രേഖപ്പെടുത്തി ഹൈക്കമാൻഡ് അറിയിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റ് റോളുകളൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് കൃത്യമായി റിപ്പോർട്ട് അവിടെ അറിയിക്കുക. ഘടകകക്ഷികൾ എന്താണോ പറയുന്നത് അത് കൃത്യമായി അവിടെ അറിയിക്കുക. ഒപ്പം സ്വാഭാവികമായും കോൺഗ്രസ് ആയതുകൊണ്ട് സാമുദായിക സംഘടനകളുടെ സഭകളുടെയൊക്കെ അഭിപ്രായം അവസാന ഘട്ടത്തിൽ ആരായാൻ സാധ്യതയുണ്ട്. ഇന്ന് നിരീക്ഷകർ മടങ്ങുകയാണെങ്കിൽ നാളെ ദില്ലിയിലേക്ക് ഈ നേതാക്കളെയൊക്കെ വിളിപ്പിക്കും. ആ നേതാക്കളെ അവിടെ സംസാരിച്ച് ഒരു തീരുമാനമെടുക്കും. ഈ മൂന്നിൽ ഒരാൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ മറ്റ് രണ്ടുപേരെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഐകകണ്ഠ്യേന തീരുമാനം എന്ന നിലയിലേക്ക് അത് പൊതു ഇടത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമാകും നേതാക്കളെ കേരളത്തിലേക്ക് മടക്കി അയക്കുക.